എല്ലാവർക്കും AJ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എന്താണ് മോഡുലാർ കോണ്ടാക്ടർ, അതുപോലെ നോർമൽ കോണ്ടാക്ടർ. അപ്പൊ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മുടെ മോഡുലാർ കോണ്ടാക്ടർ. അതുപോലെ തന്നെ പല ടൈപ്സിൽ വരുന്നുണ്ട്. അതായത് സിംഗിൾ പോൾ, 2 പോൾ, 3 പോൾ, അതുപോലെ 4 പോൾ വരുന്നുണ്ട്. അതുപോലെ അതിന്റെ കോയിൽ വോൾട്ടേജ് ഡിഫറെന്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ അനുസരിച്ചിട്ട് വേണം, സിംഗിൾ പോൾ വേണോ അല്ലെങ്കിൽ 2 പോൾ വേണോ, അതുപോലെ ഏത് കോയിൽ വോൾട്ടേജിന്റെ ആണ് നിങ്ങൾക്ക് വേണ്ടത്. 24 വോൾട്ട് വരുന്നുണ്ട്, അതുപോലെ 220 കോയിൽ വോൾട്ടേജ് വരുന്നുണ്ട്. എന്റെ കയ്യിലുള്ളത് മൊത്തം ഇപ്പൊ 220 കോയിൽ വോൾട്ടേജ് ആണ്. അതുപോലെ തന്നെ നോർമൽ കോണ്ടാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നോർമൽ കോണ്ടാക്ടർ. രണ്ട് ടൈപ്പിൽ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ മോഡുലാർ കോണ്ടാക്ടറും നോർമൽ കോണ്ടാക്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ സാധാരണയായിട്ട് ഈ നോർമൽ ടൈപ്പ് കോണ്ടാക്ടർ അല്ലെങ്കിൽ പവർ കോണ്ടാക്ടർ ഉപയോഗിക്കാറ്. അതായത് നമ്മുടെ ഹെവി ആപ്ലിക്കേഷൻസ്, ഹെവി ലോഡ്, അതുപോലെ കംപ്രസർ, അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. HVAC ആപ്ലിക്കേഷൻസ്, അതുപോലെ കൺവെയർ ബെൽറ്റിന്റെ മോട്ടോർ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷനൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ടൈപ്പ്. ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹൈ റേറ്റ് ആംബിയർ റേറ്റിംഗ് ഉള്ള കപ്പാസിറ്റി ഉള്ള കോണ്ടാക്ടറുകളാണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് വേറെ സ്നൈഡറിന്റെ ഒരു കോണ്ടാക്ടർ ഉണ്ട്. അതുപോലെ നമുക്കിവിടെ ഇങ്ങനെ ഫിസിക്കലി പുഷ് ചെയ്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് പ്രോപ്പർ ആയിട്ടൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അതേസമയം മോഡുലർ കോണ്ടാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മൂവ്മെന്റ്, ഫിസിക്കലി മൂവ്മെന്റ് നമുക്ക് പുറത്തുനിന്ന് ടച്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് നോയ്സ് വളരെ കുറവായിരിക്കും, ഇല്ലാന്ന് തന്നെ പറയാം. അതേസമയം നോർമൽ കോണ്ടാക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്വിച്ചിങ് ടൈമിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും, ഇച്ചിരി നല്ല ശബ്ദം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ 2-3 ഡിഫറൻസുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ DV പാനലില്, അതുപോലെ തന്നെ ഡിൻറെയിൽ ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ മോഡുലാർ ടൈപ്പ് വരുന്നത്. ചില കോണ്ടാക്ടറുകൾ ഡിൻറെയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മോസ്റ്റ്ലി മൗണ്ടഡ് ടൈപ്പ് ആയിരിക്കും നമ്മുടെ ഹെവി ടൈപ്പ് കോണ്ടാക്ടറുകളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ മോഡുലാർ കോണ്ടാക്ടർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഹോം ഓട്ടോമേഷൻ, ഇപ്പൊ എല്ലാം ഓട്ടോമേഷൻ സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ ഫാനുകളായാലും AC ആയാലും ഒരുവിധം എല്ലാ ലോഡുകളും നമ്മൾ പമ്പ്സും എല്ലാം കണക്ട് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ഇതുപോലത്തെ മോഡുലാർ കോണ്ടാക്ടറുകളും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി MCB ലുക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ വീടുകളിലേക്കുള്ള DV പാനലൊക്കെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേസമയം ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് സ്പേസുകൾ വേണം. അതാണ് ഈ രണ്ട് തമ്മിലുള്ള മെയിൻ ഡിഫറൻസുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മോഡുലാർ കോണ്ടാക്ടർ വയറിംഗ് ചെയ്യുക, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സിമ്പിൾ ആണ്. സാധാരണ എങ്ങനെയാണോ കോണ്ടാക്ടർ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ മോഡുലാർ കോണ്ടാക്ടർ. അപ്പൊ ഇതുവരെയായിട്ടും ബേസിക് കൺട്രോൾ വയറിംഗ് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിംഗിൾ പോൾ എങ്ങനെ നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ വയറിംഗ് ചെയ്യാം, അപ്പൊ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വയറിംഗ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ അതുപോലെ തന്നെ ആയിട്ട് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനും അതുപോലെ കൺട്രോൾ വയറിംഗ് ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ വയറിംഗ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു സപ്ലൈ വേണം. അപ്പൊ ഞാനൊരു MCB യൂസ് ചെയ്തിട്ട് സിംഗിൾ ഫേസ് സപ്ലൈ എടുത്തിട്ടുണ്ട്. അത് 230 വോൾട്ടിന്റെയാണ്. നമുക്കൊന്ന് മൾട്ടിമീറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 230 സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മോഡുലാർ സിംഗിൾ പോൾ എങ്ങനെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഡ്രോയിങ്സ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സിംഗിൾ പോള് മോഡുലാർ കോണ്ടാക്ടർ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആംസ് റേറ്റ് ഒക്കെ 25 ആംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ പോൾ ആണോ എന്ന് നമുക്ക് നോക്കാനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മുകൾ വശത്തെ ഒരു ഡമ്മിയാണ്, അതുപോലെ ഒരു സ്ക്രൂവേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ താഴോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൂവേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതായത് ഈ കോണ്ടാക്ടറിന്റെ മുകൾ വശത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും സിംഗിൾ പോൾ, ഒരൊറ്റ പോളിന്റെ ഡ്രോയിങ്സ് മാത്രമേ കാണാനുള്ളൂ, ഒരു NO കോണ്ടാക്ട് പോലെ. അതായത് അതിന്റെ അർത്ഥമാണ് സിംഗിൾ പോൾ. അതുപോലെ തന്നെ കോയിലിന്റെ അവിടെ A1 A2 ഇതാണ് നമ്മുടെ കോയിലിന്റെ 2 ടെർമിനൽസ് വരുന്നത്. അതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് 220 വോൾട്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ കോണ്ടാക്ടറിൽ ഒരു ലോഡ് കണക്ട് ചെയ്യാം. അതുപോലെ A1 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, A1 ഇവിടെ കാണാൻ പറ്റും, അതുപോലെ A2 ഇവിടെ കാണാവുന്നതാണ്. അതാണ് നമ്മുടെ 220 സപ്ലൈ കൊടുക്കണം. A2 നമുക്കൊരു ന്യൂട്രൽ ലൈൻ കൊടുക്കാം, A1 നമുക്ക് ഒരു ഫേസ് ലൈൻ കൊടുക്കാം. അതിനായിട്ട് നമുക്കൊരു പുഷ് ബട്ടൺസ് ഉപയോഗിക്കാം. അതിനായിട്ട് ഞാനൊരു NO കോണ്ടാക്ട് ഉള്ള ഒരു പുഷ് ബട്ടൺസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കാണാൻ പറ്റും NO കോണ്ടാക്ട് ആണ്. അതുപോലെ ഇത് സെലക്ടർ ടൈപ്പ് സ്വിച്ച് ആണ്. അപ്പൊ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോണ്ടാക്ടർ വർക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ കോണ്ടാക്ടറിന്റെ A2 എന്ന് പറയുന്ന സൈഡിലേക്ക് മെയിനിൽ നിന്ന് ഒരു ന്യൂട്രൽ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ A1 നമുക്കൊരു ഫേസ് ലൈൻ കൊടുക്കണം. അതായത് പുഷ് ബട്ടൺ അല്ലെങ്കിൽ സെലക്ടർ സ്വിച്ച് ത്രൂ നമുക്ക് കൊടുക്കാം. അതുപോലെ നമ്മുടെ കോയിൽ വോൾട്ടേജ് 220 ആയതുകൊണ്ട് A2 നമ്മൾ ന്യൂട്രൽ ലൈൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫേസ് ലൈനിൽ നിന്ന് ഒരെണ്ണം ഞാൻ സെലക്ടർ സ്വിച്ചിൽ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ ഇവിടെ നിന്ന് ഒരു എൻഡ് വേണം നമുക്ക് A1 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കൊടുക്കാനായിട്ട്. അതായത് സ്വിച്ച് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കോൺടാക്ടറിലേക്ക് സപ്ലൈ പോകാവുള്ളൂ. അതുപോലെ പുഷ് ബട്ടൺസ് നമ്മുടെ ലോജിക്ക് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാനായിട്ട് സെലക്ടർ സ്വിച്ച് ആണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ A1ലേക്കുള്ള ടെർമിനൽ കണക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാവും. അതായത് കറക്റ്റായിട്ട് നമ്മൾ ഫേസ് ലൈൻ സെലക്ടർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ A1 എന്ന് പറയുന്ന ഒരു ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പ് വശത്ത് A1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ A1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പവർ ഓൺ ചെയ്താലോ. അതിനായിട്ട് ഞാൻ MCB ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ സെലക്ടർ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കോൺടാക്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കാണാൻ പറ്റും നമ്മുടെ കോൺടാക്ടർ ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ റെഡ് കളറായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഓഫ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓഫ് കണ്ടീഷനാണ്. ഈ ഗ്ലാസിൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോൺടാക്ടർ ഓൺ ആവുകയാണെങ്കിലും അതുപോലെ ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിലും. അതുപോലെ നോയ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. ഇപ്പം നമ്മൾ മൗണ്ട് ചെയ്യാണ്ട് ടേബിളിന് മുകളിൽ വെച്ചതാണ് ചെറിയൊരു സൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു ലോഡ് കണക്ട് ചെയ്ത് നോക്കിയാലോ. അതുപോലെ ലോഡ് കണക്ട് ചെയ്യാന്ന് ഉദ്ദേശിച്ച് ഞാനൊരു ലൈറ്റാണ് എടുത്തിരിക്കുന്നത്. 220യുടെ ഒരു ലൈറ്റാണ്. അപ്പോൾ ഒരു വയർ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ, അതുപോലെ ഒരു ഫേസ് നമുക്ക് ലോഡ് കണക്ട് ചെയ്യണം. അപ്പോൾ ന്യൂട്രൽ നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ ഈ MCBയുടെ ടെർമിനലിൽ തന്നെ നമുക്ക് ലൂപ്പ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ലൈറ്റിന്റെ ഒരു ന്യൂട്രൽ വയർ ഇവിടെ ലൂപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബൾബിന്റെ വയർ നമുക്ക് 2 എന്ന് പറയുന്ന ടെർമിനൽ കൊടുക്കണം. അതായത് കോൺടാക്ടറിന്റെ ഔട്ട് ഇന്നിൽ നമുക്ക് 1 എന്ന് പറയുന്നിടത്ത് ഒരു ഫേസ് ലൈൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ലൈറ്റ് ഒന്ന് 2 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വയറിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ബൾബിന്റെ ഒരു ടെർമിനൽ നമ്മൾ 2 എന്ന് പറയുന്ന ആ ഒരു കോൺടാക്ടറിന്റെ പൊസിഷനിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബൾബിലേക്കുള്ള ഒരു ഫേസ് ലൈൻ നമുക്ക് 1 എന്ന് പറയുന്ന ടെർമിനൽ കൊടുക്കണം. അതുപോലെ നമ്മൾ MCBയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഒരു ഫേസ് ലൈൻ നമ്മുടെ കോൺടാക്ടറിന്റെ 1 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പവർ ഓൺ ചെയ്യാം. പവർ അതിനായിട്ട് ഞാൻ MCB ഓൺ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇപ്പോൾ എൻ്റെത് സ്വിച്ച് ഓൺ പൊസിഷനിലായിരുന്നു. നമുക്കൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും സിംഗിൾ പോൾ ടെർമിനൽ, അതായത് സിംഗിൾ പോൾ മോഡുലാർ കോൺടാക്ടറിൽ നമുക്ക് ഒരു ലൈനെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്കിവിടെ ഓൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഓൺ ആവുന്നത്. അതുപോലെ ഓഫ് ചെയ്യുന്ന സമയത്ത് ഓഫ് ആയിട്ടുണ്ട്. അതുപോലെ സിംഗിൾ പോൾ കോൺടാക്ടറിന്റെ, അതായത് മോഡുലാർ കോൺടാക്ടർ എങ്ങനെ വയറിംഗ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ലോഡ് കണക്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ 2 പോളും 3 പോളും അതുപോലെ 4 പോളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന്റെ വയറിംഗ് ഞാൻ ചെയ്യുന്നില്ല. അതുപോലെ 2 പോൾ എങ്ങനെയാണ് അതിന്റെ കണക്ഷൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെ നിങ്ങൾക്കും ചെയ്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ ഇതാണ് 2 പോൾ മോഡുലാർ കോൺടാക്ടർ. അതിനൊക്കെ സ്പെസിഫിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. 25 ആംസ്. അതുപോലെ 2 ടെർമിനൽസ് ഉണ്ട്. അതും കൂടെ കാണാൻ പറ്റും. 2ഉം 4ഉം ഉണ്ട്. അതുപോലെ A1 A2 കോയിൽ വോൾട്ടേജ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറകുവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും 2 ടെർമിനൽസിന്റെ പൊസിഷൻസ് ഉണ്ട്. അതുപോലെ A1 കോയിൽ കണക്ട് ചെയ്യാനുള്ള പൊസിഷൻ കാണാവുന്നതാണ്. അതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഡ്രോയിങ്സ് കൊടുത്തിട്ടുണ്ട്. A1 A2 അതിന്റെ കോയിൽ വോൾട്ടേജ് ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വയറിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇത് 2 പോൾ കോൺടാക്ടർ ആയതുകൊണ്ട് ഇവിടെ 2 എണ്ണോ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 2 3 4. അപ്പോൾ ഇതാണ് നമ്മുടെ 2 പോൾ മോഡുലാർ കോൺടാക്ടർ. ഓൺ ആവുന്ന സമയത്ത് ഒരു ഓറഞ്ച് കളറിലേക്ക് നിങ്ങൾക്ക് ഒരു മൂവ്മെന്റ്സ്, ഒരു മാർക്ക് കാണാൻ പറ്റും. അതായത് ആ കോൺടാക്ടർ ഓൺ ആണോ എന്നറിയാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് 3 പോളും കൂടെ നോക്കിയാലോ. അതുപോലെ ഇതാണ് 3 പോൾ മോഡുലാർ കോൺടാക്ടർ. അതുപോലെ ആംസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും 3 പോളുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ നിങ്ങൾ കാണാൻ പറ്റും ഒരെണ്ണം ഡെമ്മിയാണ്. അതുപോലെ തന്നെ A1 A2 ആസ് യൂഷ്വൽ എല്ലാത്തിനും ഉള്ളതുപോലെ തന്നെ ഉണ്ട്. മറുവശത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇവിടെ ഡ്രോയിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രോയിങ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതായത് 3 പോളിന്റെ ആണ്. അതുപോലെ അതിന്റെ കോയിൽ വോൾട്ടേജുകൾ, അതുപോലെ ഇവിടെ 3 എണ്ണം ഉണ്ട്. ലാസ്റ്റ് ഒരെണ്ണം ഡെമ്മിയാണ്. അതുപോലെ 3 ഫേസ് കണക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്വിച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലത്തെ 3 പോൾ കോൺടാക്ടർ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് 4 പോൾ മോഡുലാർ കോൺടാക്ടർ നോക്കിയാലോ. ഇതിനകത്ത് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും 4 പോളാണ് വരുന്നത്. സെയിം ഇത് 63 ആംസിന്റെ ആണ് വരുന്നത്. ഡ്രോയിങ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കോയിൽ വോൾട്ടേജ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഏതാണ് കോയിൽ വോൾട്ടേജ് അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് 4 പോൾ ആയതുകൊണ്ട് 4 NO കോൺടാക്ട്സ് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഇവിടെ നമുക്ക് 4 പോളുകൾ ഉണ്ട്. അതായത് 4 ടെർമിനൽസും കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 പോൾ മോഡുലാർ കോൺടാക്ടർ. അപ്പോൾ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് വയറിങ്ങും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കണമെന്നും അതുപോലെ ഇതിന്റെ ഡിഫറൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നോർമൽ കോൺടാക്ടറും അതുപോലെ മോഡുലാർ കോൺടാക്ടറും. അപ്പോൾ നിങ്ങളുടെ
1, 2, 3, 4 പോളൊക്കെ ഉള്ള മോഡുലർ കോൺടാക്ടർ ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് മോഡുലർ കോൺടാക്ടർ വയറിംഗ് ചെയ്യണതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ എന്തെങ്കിലും ഡിവൈസുകളൊക്കെ വയറിംഗ് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.